അക്ഷരജ്വാല കലാസാഹിത്യവേദിയുടെ 5ാമത് വാർഷിക സമ്മേളനം ഗാനരചയിതാവ് രാജു ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. NSS താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഒട്ടനവധി പ്രതിഭകളെ കോർത്തിണക്കിക്കൊണ്ട് പ്രയാണം തുടരുന്ന അക്ഷരജ്വാല കലാസാഹിത്യവേദിയുടെ 5ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ചേർത്തല NSS യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന വാർഷികവും സാംസ്കാരിക സമ്മേളനവും കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി സാംസ്കാരിക സംഘടനകൾ ഇവിടെ ഒരു വല്ലാത്ത അതിപ്രസരം ചേർത്തലയിലുണ്ട്. ഞങ്ങളത് സൗഹൃദ സംഭാഷണത്തിൽ സദാനന്ദൻ പാടാവളിയുമായിട്ടൊക്കെ പറയാറുള്ളതാണ്. ഒരുപാട് സംഘടനകളുണ്ട്, പക്ഷേ ഐക്യത്തോടെ പരസ്പര സ്നേഹത്തോടെ ഒന്നും ആരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വല്ലാത്ത സങ്കടമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഇവിടെ നിന്ന് വന്നവൻ അപ്പുറത്ത് പോകില്ല, അപ്പുറത്തുനിന്ന് പോകണം ഇവിടെ വരില്ല. ഈ സ്നേഹമില്ലായ്മ ഞാൻ എക്കാലത്തും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മളൊരു പഞ്ചായത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവൂ സാഹിത്യത്തിൽ ഇഷ്ടപ്പെടുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരാളെ ഉണ്ടാവുമല്ലോ. ഈ ഇരിക്കുന്നവര് ചേർത്തലയുടെ പരിച്ഛേദമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ചേർത്തലയിൽ എത്ര ജനസംഖ്യയുണ്ട്, അതിലിവിടെ ഇരിക്കുന്നവർ എത്ര പേര്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു പൊട്ടനെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കടക്കരപ്പള്ളിയിൽ നിന്ന് 2 പൊട്ടന്മാർ വന്നിരിക്കുകയാണ്, ഒന്ന് വിശ്വനാഥൻ ചെട്ടിയാരും ഞാൻ. അപ്പൊ ഇങ്ങനെ 2-3 പൊട്ടന്മാർ, കുറെ പൊട്ടന്മാർ കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത്. എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക്, ജീവിതത്തിൽ മറ്റ് വലിയ പ്രതാപങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്ക്. ഈ തിരക്കുകൾക്കിടയ്ക്ക് കലയെ ജീവിതോപാധിയായ അല്ലെങ്കിൽ പോലും ജീവിതത്തിൽ ആത്മതന്ത്രിയായി സ്വീകരിക്കാൻ അപൂർവം ആൾക്കാർക്കേ സൗഭാഗ്യമുള്ളൂ. ആ സൗഭാഗ്യമുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിരിക്കുക. നാടകാചാര്യൻ സുന്ദരൻ കല്ലായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അക്ഷരജ്വാല പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുൽ അക്ഷരജ്വാല പുരസ്കാര സമർപ്പണം നടത്തി. പുരസ്കാര ജേതാക്കളായ തിലകൻ സ്മാരക പുരസ്കാര ജേതാവ് പ്രകാശൻ തണ്ണീർമുക്കം, യുവർ കോളേജ് പ്രിൻസിപ്പൽ കെ തോമസ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് കഥാ കവിതാ ലേഖന വിജയികളെ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് അനുമോദിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ സുനിൽ പള്ളിപ്പുറം, സംസ്കാര സാഹിതി ചേർത്തല മണ്ഡലം സെക്രട്ടറി റോക്കി, സാഹിത്യകാരനും HSST മുൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായ സതീഷ് ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം അക്ഷരജ്വാല സാഹിത്യവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ, കോമഡി ഡ്രാമ എന്നിവ നടന്നു. അക്ഷരജ്വാല സെക്രട്ടറി PS സുഗന്ധപ്പൻ സ്വാഗതവും അക്ഷരജ്വാല ട്രഷറർ വിജയൻ എരമല്ലൂർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല.